ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെജ് റൈസും വെജ് സാലഡുമാണ്. വെജ് റൈസ് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് നിങ്ങളുടെ ചോയ്സ് ആണ്. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, അരി അളന്നെടുക്കുന്ന ഗ്ലാസ് ഏതാണോ അതിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നത്. ആ 2 ഗ്ലാസ് വെള്ളത്തിൽ മാത്രമാണ് വെജിറ്റബിൾസും അരിയും വേകുന്നത്. അഡീഷണൽ ആയിട്ട് ഓയിലോ ബട്ടറോ ഗീയോ ഒന്നുമില്ല. കുക്കറല്ല, സാധാരണ ഒരു പാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കറി ഉണ്ടാക്കാൻ മടിയുള്ള ഒരു ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് ഒരു കറിയുടെ ആവശ്യമില്ല. ഇത്രയും വെജിറ്റബിൾസ് ഉള്ളത് കൊണ്ട് തന്നെ ആ റൈസ് അതിനകത്ത് വേകുന്നത് കൊണ്ട് മാത്രം വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. ഒരു സാലഡ് അല്ലെങ്കിൽ ഒരു അച്ചാർ അത്രയും മാത്രം മതി. അതുകൊണ്ട് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എല്ലാവരും പൂർണ്ണമായി കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വെജിറ്റബിൾസിനകത്ത് തന്നെ വെന്ത അരി ആയതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് മറ്റു കറികളുടെ ഒന്നും ഒരു ആവശ്യമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.